ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മൾ ഇന്ന് നാളത്തെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി കുറേ ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്ത് നല്ല ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങളിലെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പല പാഠങ്ങളും നിങ്ങൾക്ക് ഇതിൽ ക്ലബ്ബായിട്ട് പഠിക്കാൻ പറ്റും. ഓരോ പാഠത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും, ഏതാ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും എന്താ പഠിക്കേണ്ടത്, എന്താ പരീക്ഷയ്ക്ക് ചോദിക്കുക, അതെങ്കിലും നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് നോക്കി പോവുക. അതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത, കുറേ ചാപ്റ്റേഴ്സ് ഇതിൽ കടന്നു വരുന്നുണ്ട്. പല പാഠങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, ഈ വീഡിയോയിൽ ഞാൻ പറയാത്തൊരു സെക്ഷനാണ് നെയിംഡ് റിയാക്ഷൻസ്. എല്ലാ പരീക്ഷയ്ക്കും +2 കെമിസ്ട്രിയുടെ മോഡലാവട്ടെ പബ്ലിക് ആവട്ടെ എല്ലാ കെമിസ്ട്രി പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള നെയിംഡ് റിയാക്ഷൻസ് 8 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അത് 100% ഉറപ്പുള്ളൊരു സെക്ഷനാണ് നെയിംഡ് റിയാക്ഷൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എക്സ്പ്ലെയിൻ സ്വാർട്സ് റിയാക്ഷൻ, എക്സ്പ്ലെയിൻ റീമർട്ടീമൻ, അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് ഈ റിയാക്ഷൻ്റെ പേരെന്താണ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഒരു സൈഡ് തരും, മറ്റേ സൈഡ് ഫില്ല് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഒരു 10-12 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് നെയിംഡ് റിയാക്ഷൻസ്. ഈ പറഞ്ഞ രീതിയിലൊക്കെ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? സാൻമെയർ, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, വുഡ്സ് ഫിറ്റിക്ക്, സെയ്ഡ്സഫ് റൂൾ, റീമർട്ടീമൻ, ഹെൽവോൾഹാർഡ്, ജെലിൻസ്കി, റോസൻമണ്ട്, ഇറ്റാഡ്, ഗട്ടർമാൻ, അങ്ങനെ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സും. നമുക്ക് 4 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു 10 മാർക്ക് എന്തായാലും കിട്ടണം എന്നുണ്ടെങ്കിൽ, 10-12 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 20 നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷേ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഈ റിയാക്ഷൻസുകളൊക്കെ കഥ പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വേറെ ഒന്നും ബുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ആ കഥ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കും, പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഈ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ സ്റ്റോറി ആയിട്ട് ഞാൻ പറയുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ഞാൻ ആ വീഡിയോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഈ നെയിംഡ് റിയാക്ഷൻസുകൾ കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോ, അങ്ങനെ നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസ് എല്ലാം താഴെ ഞാൻ പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10-12 മാർക്ക് ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ക്ഷമയോട് കൂടി കാണാം. ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് കഥ പോലെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലെ. ഓക്കെ, അപ്പം അത് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ നെയിംഡ് റിയാക്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞു, കെമിസ്ട്രി എക്സാം കൂടി നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഈ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പബ്ലിക് എക്സാമിനെങ്കിലും ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾക്കുണ്ട്. ഈ കുറച്ച് ദിവസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. സോ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് നമ്മൾ റിവിഷൻ ബാച്ചുകൾ, അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സൊക്കെ ഉള്ള ഒരു ബാച്ച് നമുക്കുണ്ട്. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും കൂടി 500 റുപ്പീസാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ, അതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. അത് മാത്രമേ നിങ്ങൾ പഠിക്കണ്ടോ. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കിനി നാളെ മുതലേ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഞാൻ തരും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിലൊക്കെ റിവിഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ലൈവായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്. പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സും പിന്നെ റിവിഷൻ ക്ലാസ്സുകളായിട്ട് ലൈവ് ക്ലാസ്സും ഒക്കെ വരുന്ന ഒരു ബാച്ചാണിത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. എല്ലാ സബ്ജക്റ്റും ഇതിലുണ്ട്. എല്ലാം കൂടി 500 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ 9746230801 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. സോ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നാളെ മുതലെങ്കിലും പഠിക്കണം. പബ്ലിക്കിന് നാളെ മുതൽ പഠിച്ചു തുടങ്ങാം. ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കണം എന്നുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്യുന്നുണ്ട്. ഓരോന്നോ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏത് ചാപ്റ്റർ എന്നുള്ള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ റിയാക്ട് ഫാസ്റ്റർ വിത്ത് അക്വസ് KOH? നിങ്ങളോട് ചോദിക്കുകയാണ്,
CH3Br-ഉം CH3I-യും ഇതിലേതാണ് KOH-ഉമായിട്ട് മോർ റിയാക്ട് ചെയ്യുക? ഇതിലേതാണ് മോർ റിയാക്ട് ചെയ്യുക? ഗീവ് റീസൺ, കാരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ CH3 ബ്രോമിൻ, CH3യുടെ കൂടെ ബ്രോമിനും അയഡിനുമാണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രോമിനേക്കാൾ വലുതാണ് അയഡിൻ. നമ്മൾ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ എന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ട്. സോ ബ്രോമിനേക്കാൾ വലിയ ആളാണ് അയഡിൻ. സോ ഇതിലാരാണ് മോർ റിയാക്റ്റീവ് ആവുക KOH-നായിട്ട്? CH3 അയഡിനാണ് റിയാക്റ്റീവ് ആവുക. അറിയാത്തവർ ഇപ്പം പഠിച്ചു വെക്കുക. CH3Br-നേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് CH3I ആണ് കേട്ടോ, അയഡിനാണ്. CH3I വിൽ റിയാക്ട് ഫാസ്റ്റർ വിത്ത് അക്വസ് KOH. അപ്പോൾ എയുടെ ആൻസർ ചെയ്ത ആരാണ്? കാരണം ഇതാണ്, സൈസ് ഓഫ് ഹാലജൻ ഇൻക്രീസസ്. അതായത് ബ്രോമിനേക്കാളും സൈസ് കൂടുതലാണ് അയഡിന്. അയഡിൻ വലിയ ആളാണ്. അതിൻ്റെ സൈസ് കൂടുന്തോറും ദ കാർബൺ ഹാലജൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. അതായത് അയഡിൻ വലിയ ആളും ഇപ്പുറത്തുള്ളത് ചെറുതുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറയും. ഒരാൾ ചെറുതും ഒരാൾ വലുതുമാണ്. അപ്പോൾ അവർ തമ്മിൽ വലിയ ബോണ്ട് ഇല്ല. അതുകൊണ്ട് അവിടെ ആർക്ക് വേണമെങ്കിലും വേഗം റിയാക്ട് ചെയ്യാം. സോ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. സൈസ് ഓഫ് അയഡിൻ ഇൻക്രീസസ്. അയഡിൻ്റെ സൈസ് കൂടുതലാണ്. സോ കാർബൺ ഹലജൻ, അതായത് കാർബൺ അയഡിൻ ബോണ്ട്, ഈ കാർബണും ഈ ഹലജനും നമ്മൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരെ വിളിക്കുന്ന പേര് ഹലജൻസ് എന്നാണ്. സോ ഈ കാർബണും ഈ ഹലജനും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്. സോ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെ വലിയ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഇതാണ് കാരണം. ഇത്ര എഴുതേണ്ടതുള്ളൂ. ഇനി അതിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഗീവ് എനി 2 ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ എടുക്കുക. ക്ലോറോബെൻസീൻ അറിയാലോ, ബെൻസീന് മുകളിൽ ക്ലോറിൻ. അതിൻ്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോറോബെൻസീൻ എടുക്കുക. ഇതാണ് ഒരു ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതിൻ്റെ പേര് ഹലജനേഷൻ ആണ്. കുറേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറേ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഹലജനേഷൻ, നൈട്രേഷൻ, അതുപോലെ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, സൾഫോണേഷൻ ഒക്കെ കുറേ ഉണ്ട്. ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒരുപാടുണ്ട്. ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരെണ്ണമാണ് ഹലജനേഷൻ. അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററാണ്. ഈ പാഠത്തിലൊക്കെ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. സോ മോഡലിൽ പഠിച്ചെത്താത്തവർ പബ്ലിക്കിനെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ ഫോക്കസ് ചെയ്ത് സ്റ്റഡി പ്ലാനൊക്കെ ഇട്ട് പഠിക്കുക. സോ ഇതാണ് ക്ലോറോബെൻസീൻ ആണ് എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലോറോബെൻസീനിൻ്റെ ഒരു ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഹലജനേഷൻ. സോ ക്ലോറോബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് FeCl3. ഈ രണ്ടാൾക്കാർ അറിഞ്ഞിരിക്കണം. ഹലജനേഷനിലെ ക്ലോറിനും ആൻഹൈഡ്രസ് FeCl3 ആണ് വേണ്ടത്. അപ്പോൾ ഒന്നും സംഭവിക്കില്ല. താഴത്തേക്കൊരു ക്ലോറിൻ, ഈ സൈഡിലേക്കൊരു ക്ലോറിൻ വരും. ഈ ക്ലോറോബെൻസിൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരെണ്ണം താഴെ ഒന്ന് ഈ സൈഡിലും വരും. ഇതിൻ്റെ പേര് നമ്മൾ പറയാം 1 ലും 4 2 ക്ലോറിൻ. സോ 1,4 ഡൈക്ലോറോബെൻസീൻ എന്നാണ് പേര് പറയുക. ഇതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് കേട്ടോ. കൂടുതൽ ഉണ്ടാവുക ഇതാണ്. ഇനി ഇതിൻ്റെ പേരോ 1 ലും 2 ഡൈക്ലോറോബെൻസീൻ. ഇതാണ് മൈനർ. സോ ഇത് പഠിച്ചു വെച്ചോ. ഇതെന്താണ് സംഭവം? ക്ലോറോബെൻസീനിൻ്റെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഒരെണ്ണം നമ്മളിപ്പോൾ എഴുതിയതുണ്ട്. അതാണ് എന്ത്? ഹലജനേഷൻ കേട്ടോ. ഹലജനേഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. എല്ലാതും പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം പഠിക്കുക. റൈറ്റ് എനി 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിപ്പോൾ ഹലജനേഷൻ. ഇനി നമുക്ക് മറ്റൊരു ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാം. ദാറ്റ് ഈസ് ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ ഒരെണ്ണം എഴുതാം. ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് ഒക്കെ സെപ്പറേറ്റും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ഒരെണ്ണം നമ്മൾ എഴുതി, ഹലജനേഷൻ എഴുതി, ക്ലോറിൻ ആഡ് ചെയ്താൽ മാത്രം മതി. രണ്ടാമത്തെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ അസൈലേഷൻ. അതിനുവേണ്ടി നമ്മളിതാ ഒരു ക്ലോറോബെൻസീൻ എടുക്കുക. ഇതിലേക്ക് CH3COCl ആഡ് ചെയ്താൽ മതി. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ അസൈലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആഡ് ചെയ്യുക. ഓക്കെ. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ CH3Cl ആണ്. ഓക്കെ. ഇങ്ങനെ വന്നാൽ CH3Cl ആണെങ്കിൽ ആൽക്കൈലേഷനും CH3COCl ആണെങ്കിൽ അസൈലേഷനുമാണ്. സോ എന്നിട്ട് ഇവിടെ ആൻഹൈഡ്രസ് AlCl3യുടെ പ്രസൻസും നമുക്ക് വേണം.
അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കാന്ന് അറിയോ? ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. രണ്ടാളെ കിട്ടും. ഒന്ന് ബെൻസീൻ വരയ്ക്കുക, ക്ലോറോ ബെൻസീൻ അവിടെ തന്നെ എഴുതിക്കോ. വീണ്ടും ക്ലോറോ ബെൻസീൻ വരയ്ക്കുക. ഇവിടെ നമുക്ക് കിട്ടുക ഒന്ന് ഇവിടെ, അതുപോലെ ഒന്ന് ഇവിടെ, രണ്ട് സ്ഥലങ്ങളിലായിട്ട്. ഇവിടെ നമുക്ക് വരിക CH3 OCH3 വരും. അതുപോലെ ഇവിടെ നമുക്ക് OCH3 വരും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പേര് നമ്മൾ പറയാം. ഒന്നാമത്തേൽ ക്ലോറിനും 2, 3, 4. ഇതിൻ്റെ പേര് നമ്മൾ പറയാം അസറ്റോഫീനോൺ എന്നാണ് പേര് പറയുക കേട്ടോ. അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അനിസോൾ എന്നൊക്കെ പേര് പറയും, അല്ലെങ്കിൽ അസറ്റോഫീനോൺ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഴുതുമ്പോൾ 4 ക്ലോറോ അസറ്റോഫീനോൺ, 2 ക്ലോറോ അസറ്റോഫീനോൺ എന്ന് പറയാം. ഇങ്ങനെ റിയാക്ഷൻ എഴുതിയാലും മതി. ക്ലോറോ ബെൻസീൻ എടുക്കുക. ഇതാണ് ക്ലോറോ ബെൻസീൻ. ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണിത്. ഇതിൻ്റെ പേര് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. CH3COCl ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കയറി വരുന്ന ആളാരാ? OCH3 എന്നുള്ളത് നമുക്കിവിടെ കയറി വരും കേട്ടോ. OCH3 കയറി വരും. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ പഠിച്ചല്ലോ. ക്ലോറോ ബെൻസീൻ്റെ 2 ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു. ഒന്ന് ഹലജനേഷനും ഒന്ന് ഫ്രീഡൽ ക്രാഫ്റ്റും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഹാലോ അൽക്കിൻസും ഹാലോ അരീൻസിൽ ഒരു ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? ആൽക്കഹോൾ ഫീനോൾ എന്ന് പറഞ്ഞ പാഠത്തിലെ ചോദ്യമാണ്. എന്താണ് പവർ ആൽക്കഹോൾ? ഒരു ചോദ്യം. വൈ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ? ഫീനോളും ആൽക്കഹോളും, ഫീനോള് മോർ അസിഡിക് ആവാൻ കാരണം. പിന്നെ ഇവിടെ റിയാക്ഷൻ തന്നിട്ട് A എന്താ B എന്താ, ഇതൊക്കെയാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പവർ ആൽക്കഹോൾ എന്നാണ്. പവർ ആൽക്കഹോൾ ഈസ് ദ മിക്സ്ചർ ഓഫ് പെട്രോൾ, എത്തനോൾ ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ബെൻസീൻ. പഠിച്ചു വെച്ചോ. പെട്രോളും എത്തനോളും ബെൻസീനും ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ് പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ഫീനോള് മോർ അസിഡിക് ആണ്. ഫീനോളാണ് അസിഡിറ്റി കൂടുതൽ ഫീനോളാണ് കമ്പയർ ടു ആൽക്കഹോൾ. ആൽക്കഹോൾ ഫീനോൾ എടുക്കുമ്പോൾ ഫീനോളാണ് മോർ അസിഡിക്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഗ്രേറ്റർ എസ് ക്യാരക്ടർ ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. 2 കാരണങ്ങൾ എഴുതി വയ്ക്കുക. ഒന്ന് ഫീനോൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബെൻസീൻ്റെ മുകളിൽ OH വരുന്ന ആളാണ് ഫീനോൾ. ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ ബേസ് അറിഞ്ഞിരിക്കണം. സോ ആ ബേസ് അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ പഠിക്കാനായിട്ട്. ആരാണ് ഫീനോൾ, ആരാണ് ആൽക്കഹോൾ? അപ്പോൾ ROH ആണ് ആൽക്കഹോൾ. ഇങ്ങനെ ബേസ് അറിഞ്ഞ് ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ ഇത് പരീക്ഷയ്ക്ക് എന്ത് വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പബ്ലിക് എക്സാമിനെങ്കിൽ എല്ലാവരും ബേസ് അറിഞ്ഞ് മനസ്സിലാക്കി ഉറപ്പുള്ള സെക്ഷൻസ് പഠിച്ചു പോവുക. അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട്. പഠിക്കാത്തവരെ ഇനിയെങ്കിലും പഠിക്കണം എന്നുണ്ട്, മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതുപോലെ ബേസൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളൂ. അവിടെ നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കഥ വെച്ചും ബേസിക് തൊട്ടേ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് ഫീനോൾ. ബെൻസീൻ്റെ മുകളിൽ OH വന്നാലാണ് ഫീനോൾ, Rൻ്റെ കൂടെ OH വന്നാലാണ് ആൽക്കഹോൾ. സോ ഇവിടുത്തെ പ്രത്യേകത ഫീനോളിലെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആണ്. അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ OHും ഈ കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ടായിരിക്കും. ഈ കാർബൺ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയതുകൊണ്ട് ഇതിൻ്റെ ക്ലീവേജ് ഇവരെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഫീനോക്സൈഡ് എന്ന് പറഞ്ഞാൽ C6H5O എന്ന് പറഞ്ഞാൽ ഈ ബെൻസീന് മുകളിലുള്ള O. ഈ C6H5 ആണ് ബെൻസീൻ O. ഫീനോക്സൈഡ് അയോൺ എന്ന് പറയും. ഇതുണ്ടായിട്ടുള്ളത് അയണൈസേഷൻ ഓഫ് ഫീനോൾ ഇസ് റെസനൻസ് സ്റ്റെബിലൈസ്ഡ്. നമ്മൾ ബെൻസീനൊക്കെ വരുമ്പോൾ എപ്പോഴും അവിടെ റെസനൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. +1 പഠിക്കുന്നതാണിത്. സോ റെസനൻസ് കാരണം ഇവിടെ സ്റ്റെബിലൈസേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഫീനോൾ റെഡ്ലി ലോസസ് H+ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് മോർ അസിഡിക്. അപ്പോൾ കാരണങ്ങൾ ഇതാണ്. നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറയുമ്പോൾ ഒന്ന് ഗ്രേറ്റർ എസ് ക്യാരക്ടർ, ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഈ 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആണ്. അവിടെ ഫീനോൾ മോർ അസിഡിക് ആണ്. ഇവിടെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ അടുത്തത് അവിടെ റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ബെൻസീൻ ആകുമ്പോൾ റെസനൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് കുറേ H+ അയോൺസുകളെ അവർക്ക് ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആരാണോ കൂടുതൽ H+ അയോൺസുകൾ റിലീസ് ചെയ്യുന്നത് അതാണ് മോർ അസിഡിക്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ് ഇവിടെ
ക്ലീവേജ് ഈസ് ഈസി, ഇവരെ ക്ലീവേജ് ഇവർ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. ദർ ഈസ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇറ്റ് ലൂസസ് മോർ H+, ഒരുപാട് H+ അയോൺസുകൾ റിലീസ് ചെയ്യുന്നു. ഈ പോയിന്റ്സ് ഒക്കെ വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ഫീനോള് മോർ അസിഡിക് ആവാൻ കാരണം ഇതാണ്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ക്ലീവേജ് ഓഫ് കാർബൺ ആൻഡ് OH ബോണ്ട് ഈസ് ഈസിയർ. അവിടെ OH ബോണ്ടും കാർബണും തമ്മിലുള്ള ബ്രേക്കിംഗ് എളുപ്പമാണ്. അതുപോലെ തന്നെ ദർ ഈസ് ഇൻ ഫീനോൾ ദർ ഈസ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ. സോ ഇറ്റ് റെഡ്ലി യൂസസ് മോർ H+ അയോൺ. അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിട്ടൊക്കെ ഒന്ന് എഴുതുക, ഷോർട്ടാക്കിയിട്ടാണെങ്കിലും എഴുതിക്കോ കേട്ടോ. അടുത്തതിൽ എന്നൊരു സി ക്വസ്റ്റ്യൻ. അപ്പോൾ പവർ ആൽക്കഹോൾ എന്താണെന്ന് പഠിച്ചു. പെട്രോള്, എത്തനോള്, ബെൻസീൻ്റെ മിക്സ്ചറാണ്. പിന്നെ ഫീനോൾ ആണ് മോർ അസിഡിക് എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചു ആൽക്കഹോൾ വെച്ച് നോക്കുമ്പോൾ. കാരണം ഫീനോളിൽ ബെൻസീനാണുള്ളത്, റെസനൻസ് ഉണ്ട്, അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്, മോർ H+ റിലീസ് ചെയ്യുന്നുണ്ട്, ലൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് H+ അയോൺസുകളെ ലൂസ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതിൽ നിന്നൊരു സി ക്വസ്റ്റ്യൻ ആണ്. ബെൻസീന് മുകളിൽ OCH3 വന്നിട്ട് അതിലേക്ക് അവർ HI ആഡ് ചെയ്തു, ഹീറ്റ് ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുക? ഇത് ഈ ചാപ്റ്ററിൻ്റെ പേര് മനസ്സിലായല്ലോ, ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, രണ്ടാമത്തെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ. ഈ ഒരാൾ നമ്മൾ അനിസോൾ എന്നാണ് പറയുക. ബെൻസീൻ്റെ മുകളിൽ OCH3 വന്നാൽ നമ്മളതിൻ്റെ പേര് അനിസോൾ എന്നാണ് പറയുക. അതിലേക്ക് അവർ HI ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ രണ്ട് എഡ്ജുകളും ബെൻസീനും ഒരുമിച്ച് കയറും. അതായത് ബെൻസീൻ വരച്ചിട്ട് ഇതിന് മുകളിൽ OH എന്നാവും. കണ്ടോ? ബാക്കി CH3I പുറത്തേക്ക് പോകും. ഇതാണ് സംഭവം. പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യം. എയും ബിയും എഴുതാനാണ്, ഇത് രണ്ടും എഴുതാനാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ വിൽ യു കൺവേർട്ട്? ഇത് എല്ലാ ഓർഗാനിക് പാഠം ക്ലബ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇങ്ങനത്തെ കൺവേർഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർഗാനിക് കെമിസ്ട്രീന് ഒന്നുകിൽ ഇങ്ങനത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കൺവേർട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ഗട്ടർമാൻ കോഷ്, എക്സ്പ്ലെയിൻ സാൻമെയർ, അങ്ങനെയുള്ള നെയിംഡ് റിയാക്ഷൻസും ഡയറക്റ്റ് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ഇവിടുത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. ഇതാ കുറച്ച് കൺവേർഷനാണ്. എത്തനോയിക് ആസിഡിനെ എത്തനോൾ ആക്കുക, ടൊളുവിനെ ബെൻസോ, അങ്ങനെ കുറച്ച് കൺവേർഷൻസ് ആണ്. നമുക്കിതിൽ ഓരോന്ന് എന്താ ചെയ്യുക എന്നറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കൺവേർഷൻ ഇതാണ്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത് എത്തനോയിക് ആസിഡിനെ. ഓക്കെ, അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ചെയ്യാമെന്നൊക്കെ നോക്കുക. എത്തനോയിക് ആസിഡിനെ എത്തനോൾ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് എത്തനോയിക് ആസിഡ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. എന്ന് പറഞ്ഞാൽ 2 കാർബണും, ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ 2 കാർബൺ വരണം. ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് COOH ആണ്. അപ്പോൾ ഇവരെ ക്ലബ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് CH3COOH, 2 കാർബൺ വന്നു, COOH വന്നു. സോ ഇതാണ് എത്തനോയിക് ആസിഡ്. ഈ എത്തനോയിക് ആസിഡിനെ എത്തനോൾ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആണ്, ഓൾ എന്ന് പറഞ്ഞാൽ OH ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? CH3CH2OH. ഇതാണ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് എഴുതാൻ കിട്ടിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാവും. സോ ഇത് എത്തനോയിക് ആസിഡ്, ഇത് എത്തനോൾ. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഇവിടുത്തെ OH ഇതാ, ഇവിടെ ഉണ്ട് OH, CH3 ഇതാ, CH3 ഉണ്ട്, കാർബൺ ഇതാ, കാർബൺ ഉണ്ട്. പ്രശ്നം ഇവിടെ 2 ഓക്സിജൻ പോയിട്ട് 2 ഹൈഡ്രജൻ ആയി അല്ലേ. ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. ഈ 2 ഓക്സിജൻ പോയിട്ട് അവിടേക്ക് 2 ഹൈഡ്രജൻ വന്നു. ഈ ഹൈഡ്രജൻ കയറി വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന 2 ഓക്സിജനെ കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഹൈഡ്രജനെ കയറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് റിഡക്ഷൻ റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആര് വരണം? ലിഥിയം, അലുമിനിയം ഹൈഡ്രൈഡ്. ഇങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്സിജൻ പോയി ഹൈഡ്രജൻ വന്നു. എവിടെയെങ്കിലും ഹൈഡ്രജൻ വന്നാൽ അപ്പോൾ ഹൈഡ്രജനുള്ള ഒരാളെ ആഡ് ചെയ്യുക. അതാരാ? LiAlH4. അതാണ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയാൽ മതി. എത്തനോയിക് ആസിഡിലേക്ക് LiAlH4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തനോൾ കിട്ടും. ഓക്കെ, അതാണ് ആ ഒരു കൺവേർഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൺവേർഷനിലേക്ക് നോക്കാം. രണ്ടാമത്തെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടൊളുവിൻ ടു ബെൻസോയിക് ആസിഡ് ആണ്.
ടോളുവിൻ എടുക്കുക, അതാണ് ടോളുവിൻ എടുക്കുക. ആരാണ് ടോളുവിൻ എന്ന് അറിഞ്ഞിരിക്കണം. അതിനെ ബെൻസോയിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യണം. ബെൻസോയിക് ആസിഡ് കേട്ടോ. അപ്പോൾ ടോളുവിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബെൻസീൻ്റെ മുകളിലെ CH3 വരുന്നതാണ് ടോളുവിൻ. നമ്മൾ നേരത്തെ പഠിച്ചത് ബെൻസീൻ്റെ മുകളിൽ OCH3 വന്നാൽ അനിസോളാണ്. മറക്കരുത്, ബെൻസീൻ്റെ മുകളിൽ OCH3 വന്നാൽ അനിസോളാണ്. വെറും CH3 വന്നാൽ ഇതാണ് ടോളുവിൻ. ഈ ടോളുവിനെ അവർക്ക് എന്താണ് ആക്കേണ്ടത്? ബെൻസോയിക് ആസിഡാക്കി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ വേണം, അതിൻ്റെ മുകളിൽ COOH വേണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ആണ്. അപ്പോൾ എവിടെയെങ്കിലും ആസിഡ് എന്ന് പറഞ്ഞാൽ അത് COOH ആണ്. സോ ബെൻസീൻ ടോളുവിനാണിത്. ഈ ടോളുവിനെടുത്ത് ബെൻസീൻ്റെ മുകളിൽ ഇപ്പോൾ CH3 ആണ് ടോളുവിൻ. ഇതിനെ പിടിച്ച് എന്താക്കണം? ബെൻസീൻ്റെ മുകളിൽ COOH ആക്കി മാറ്റണം. ഇതാണ് ചോദ്യം. അതിനുവേണ്ടി അറിഞ്ഞിരിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഓക്കെ, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി നോക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം COOH ആണ്, ഇവിടെ 2 O വരണം അല്ലേ. ഇവിടെ CH3 ആണ്. ഈ സിയുടെ കൂടെ ഇനി COOH ആണ് നമുക്ക് ആക്കേണ്ടത്. 2 O വരണം. കാർബൺ ഓൾറെഡി ഉണ്ട്. ഈ 2 O വരാൻ നമ്മൾ അവിടെ ഓക്സിഡേഷൻ ചെയ്യണം. ഓക്സിജൻ വരണം എന്നുണ്ടെങ്കിൽ, നേരത്തെ ഹൈഡ്രജൻ വരണമെന്നുണ്ടെങ്കിൽ റിഡക്ഷൻ ചെയ്തു, LiAlH4 ആഡ് ചെയ്തു. ഓക്സിജൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് KMnO4 ആണ് കേട്ടോ. KMnO4ഉം അതുപോലെ തന്നെ KOHും ആഡ് ചെയ്തൊന്ന് ഹീറ്റ് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പം എന്താ സംഭവിക്കുകയെന്ന് അറിയോ? ബെൻസീൻ്റെ മുകളിൽ ഈ സിയുടെ കൂടെ 2 Oയും വരും, Kയും വരും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിനൊന്ന് ഹൈഡ്രലൈസ് ചെയ്യുക. H3O+ ചെയ്താൽ K പോയിട്ട് അവിടെ H ആയിക്കോളും. സോ ബെൻസോയിക് ആസിഡായി. ബെൻസീൻ്റെ മുകളിൽ COOH വന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബെൻസോയിക് ആസിഡ്. സോ ടോളുവിൻ നമ്മൾ എടുത്തു. ടോളുവിനിലേക്ക് KMnO4 ആഡ് ചെയ്തു, Kയും വേണം, KOH ആഡ് ചെയ്തു, ഹൈഡ്രലൈസ് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തത് CH3MgX എടുക്കുക. CH3MgX എടുത്തിട്ട് CH3COOH ആക്കി മാറ്റാനാണ് അടുത്ത കൺവേർഷൻ. ഈ CH3MgX എന്ന് പറഞ്ഞാൽ ഗ്രിഗനാർഡ് റിയേജൻ്റ് ആണ്. ഈ തന്നിട്ടുള്ള ആൾ ഗ്രിഗനാർഡാണ്. നടുവിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മെഗ്നീഷ്യം വന്നു, ഒരു CH3, ഒരു മെഗ്നീഷ്യം, X എന്ന് പറഞ്ഞ ഹലജൻ, അപ്പം ഇങ്ങനെ നടുവിൽ മെഗ്നീഷ്യം വന്നാൽ ഇത് ഗ്രിഗനാർഡ് റിയേജൻ്റ് എന്നാണ് പറയുക. അപ്പം നമ്മൾ എടുക്കേണ്ടത് ഗ്രിഗനാർഡ് റിയേജൻ്റ് ആണ്. ഇതിലേക്ക് എന്ത് ചെയ്താലാണ് CH3COOH കിട്ടുക എന്നാണ് ചോദ്യം. സോ ഗ്രിഗനാർഡ് റിയേജൻറ്റിന് നമ്മളോട് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുക. ഈ COOH എന്ന് പറഞ്ഞാൽ ആരാ? കാർബോക്സിലിക് ആസിഡ്. ഞാൻ പറഞ്ഞു ആസിഡാണിത്. ഇതുണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് സിമ്പിളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുക. പഠിച്ചു വയ്ക്കുക. സിമ്പിളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നോളും. അതായത് CH3 എഴുതുക, എന്നിട്ട് ഈ CO2 സിയും 2 Oയും പിന്നെ ഈ MgX എഴുതുക. ഇവർ രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ആക്കി എഴുതുക. ഇതിനെയും മിക്സ് ആക്കി എഴുതുക. കണ്ടോ? CH3 എഴുതി, CO2 എഴുതി, MgX എഴുതി. ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർ ചേർക്കുക. H2O ചേർത്ത് കഴിഞ്ഞാൽ ഈ MgX പോയിട്ട് അവിടേക്ക് ഇതാ CH3COOH എന്ന് വന്നോളും. നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്തത്, ഈ Kനെ കളയാൻ വേണ്ടി വെള്ളം ചേർത്തപ്പോൾ Kയുടെ പകരം H വന്നു. കണ്ടോ? വെള്ളം ചേർത്താൽ മതി, H വന്നോളും. അതേപോലെ ഇവിടെയും നമുക്കിതാ ഇതിനെ കളഞ്ഞ് H വരാൻ വേണ്ടി വെള്ളം ചേർക്കാം. ഇത് മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒരു കൺവേർഷനും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് CH3CNനെ CH3CHO ആക്കാനാണ്. ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് നൈട്രൈലാണ് കേട്ടോ. ഈ CH3CNനെ എന്താക്കണം? CH3CHO ആക്കണം. ഇത് നൈട്രൈൽ എന്നാണ് പറയുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് അറിയോ? ഇതിലേക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഡൈബാൾ H ആഡ് ചെയ്യാം. ഡൈബാൾ Hഉം കുറച്ച് വെള്ളവും ചേർത്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഈ സിയുടെ കൂടെയുള്ള N പോയിട്ട് അവിടേക്ക് OH എന്നുള്ള ആൾ കയറി വന്നോളും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം എത്തനോയിക് ആസിഡിനെ എത്തനോളാക്കാൻ റിഡക്ഷനാണ് ചെയ്തത്. ഓക്സിജൻ കളഞ്ഞിട്ട് ഹൈഡ്രജൻ വരാൻ വേണ്ടി റിഡക്ഷൻ ചെയ്തു, LiAlH4. പിന്നെ നൈട്രൈൽ, CN എന്ന് പറഞ്ഞാൽ നൈട്രൈലാണ്. അതിലേക്ക് ഡൈബാൾ Hഉം വാട്ടറും ചേർത്താൽ അത് CHO ആയിട്ട് മാറും. ടോളുവിനിലേക്ക് ബെൻസോയിക് ആസിഡ് COOH ആസിഡ് ചേരാൻ വേണ്ടി ആദ്യം KMnO4, KOH പിന്നെ വാട്ടർ കേട്ടോ.
പിന്നെ ഗ്രിഗനാർഡ് റിയേജൻ്റ് ആണ്. ഈ മെഗ്നീഷ്യം വന്നാൽ ഗ്രിഗനാർഡാണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് വെള്ളം ചേർത്താൽ നമുക്കിതുപോലെ എത്തനോയിക് ആസിഡ് കിട്ടും. അപ്പോൾ എത്തനോയിക് ആസിഡ് ആരാന്ന് അറിഞ്ഞു വെച്ചോളൂ. ഓക്കെ, അതുപോലെ ടൊളുവിൻ ആരാന്ന് അറിഞ്ഞിരിക്കുക, ബെൻസോയിക് ആസിഡ് ആരാന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കുറച്ച് തിയറി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു എ മെറ്റൽ ഡ്യൂറിങ് കൊറോഷൻ? കൊറോഷന് സമയത്ത് എന്താണ് ഒരു മെറ്റലിന് സംഭവിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ കെമിക്കൽ റസ്റ്റിംഗ് ഓഫ് അയേൺ. റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ചോദ്യമാണുള്ളത്. ആദ്യത്തെ ചോദ്യം കൊറോഷൻ. കൊറോഷൻ്റെ സമയത്ത് മെറ്റൽസിന് എന്താണ് സംഭവിക്കുന്നത്? കൊറോഷൻ്റെ സമയത്ത് ഡ്യൂറിങ് കൊറോഷൻ ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസസ്. ആ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അല്ലെങ്കിൽ സം കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് മെറ്റൽ ഈസ് ഫോംഡ് അറ്റ് ഇറ്റ് സർഫസ്. ഒരു മെറ്റലിൻ്റെ പുറത്ത്, ആ മെറ്റലിൻ്റെ സർഫസ്, ഇതാണ് ഇപ്പോൾ ഒരു മെറ്റൽ എന്ന് വിചാരിക്കുക. ഈ മെറ്റലിൻ്റെ സർഫസിൽ ചില കെമിക്കൽ കോമ്പൗണ്ട് വന്ന് ഫോം ചെയ്യുകയാണ്. ഇതാണ് കൊറോഷൻ. പഠിച്ചു വയ്ക്കണം. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം കെമിക്കൽ കോമ്പൗണ്ട് ആർ ഫോംഡ് ഓൺ ഇറ്റ് സർഫസ്. അതിൻ്റെ സർഫസിൽ എന്തോ വന്ന് മൂടുന്നു. ഇനി റസ്റ്റിംഗ് ഓഫ് അയേൺ എന്താണ്, എങ്ങനെയാണെന്നൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറഞ്ഞാൽ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് ആണ്, റിഡോക്സ്. ഒന്നാമത്തെ പോയിന്റ്, റസ്റ്റിംഗ് ഓഫ് അയേൺ ഒരു റിഡോക്സ് ആണ്. റിഡോക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും ഉണ്ട്. അതാണ് റിഡോക്സ്. സോ ഇത് നടക്കുന്നത് പ്രസൻസ് ഓഫ് എയർ ആൻഡ് വാട്ടർ ആണ്. വെള്ളവും എയറും ഒക്കെ ഉണ്ടെങ്കിലാണ് അയൺ തുരുമ്പാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, എയർ കണ്ടൻ്റ് ആയിട്ട് കൂടുതലാണ്. അപ്പോൾ എയറിനും വാട്ടറിനുമായിട്ട് അവരുടെ പ്രസൻസിലാണ് റസ്റ്റിംഗ് ഓഫ് അയേൺ സംഭവിക്കുന്നത്. അത് റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഒന്ന് ഓക്സിഡേഷൻ, ഒന്ന് റിഡക്ഷൻ. ഓക്സിഡേഷൻ നടക്കുക ആനോഡിൽ, റിഡക്ഷൻ നടക്കുക കാഥോഡിൽ. ഇത് പഠിച്ചു വെക്കണം. ആദ്യം Fe എന്നുള്ളത് Fe2+ ആവും. പിന്നെ അവിടെയുള്ള ഓക്സിജൻ H+ൻ്റെ കൂടെ ചേർന്നിട്ട് വാട്ടറായിട്ട് മാറും. ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം Fe എന്നുള്ളത് 2Fe2+ ആവും. ഇലക്ട്രോൺസിന് കൊടുക്കുകയാണ്, റിലീസ് ചെയ്യുകയാണ് ഓക്സിഡേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വാങ്ങും, ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് വാട്ടറായിട്ട് മാറുകയും ചെയ്യും. സോ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. നിങ്ങൾ ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. 2Fe എന്നുള്ളത് 2Fe2+ ആയി. ഓക്സിജൻ 4H+ന് കൂടെ ചേർന്നിട്ട് വാട്ടറായി. സോ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം Fe2+ ആണ്, ഫെറസ് അയോൺ. അത് ഓക്സിഡൈസ്ഡ് ടു Fe3+, ഫെറിക് അയോൺ ആയി, വിച്ച് ഈസ് ഹൈഡ്രേറ്റഡ്. അതിലേക്ക് വാട്ടറിൻ്റെ പ്രസൻസ് വരുന്നു. ഫെറിക് ഓക്സൈഡ് എന്നാണ് പറയുക. ദിസ് ഈസ് നോൺ ആസ് റസ്റ്റിംഗ് ഓഫ്, അല്ലെങ്കിൽ റസ്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഈ ഫെറിക് ഓക്സൈഡ്. വെള്ളം വന്നു കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് റസ്റ്റ്. അപ്പോൾ ഈ ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. അവിടെ നടക്കുന്നത് റസ്റ്റിംഗ് ഓഫ് അയേൺ. അയേൺ റസ്റ്റ് ആവുന്നത്, അതായത് തുരുമ്പിടിക്കുന്ന റിയാക്ഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ ആദ്യം Fe2+, Fe3+ ആവും. അത് Fe2O3.XH2O. എക്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ഫെറസ് അയോൺ ഫെറിക് അയോൺ ആവും. അവിടുന്ന് ഫെറിക് ഓക്സൈഡ് ആവും. ദിസ് ഈസ് നോൺ ആസ് റസ്റ്റ്. ഇത്രയെങ്കിലും എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓർ ഓഫ് K2Cr2O7 ഈസ് ഡാഷ്. K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അതിൻ്റെ ഓറിൻ്റെ പേര് എഴുതുക. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് K2Cr2O7 ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയോൺ. ഈ K2Cr2O7ൻ്റെ ഓറിൻ്റെ പേരെന്താണ്? K2Cr2O7 ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ കൂട്ടുക. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കുക K2Cr2O7. ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതേപോലെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ K2Cr2O7 എന്ന് പറഞ്ഞാൽ ആരാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതായത് ഓറെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ഓർ ആരാണ്? വാട്ട് ഇസ് ദ ഓർ ഓഫ് K2Cr2O7 എന്ന് ചോദിച്ചാൽ K2Cr2O7 എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? സോ അറിഞ്ഞിരിക്കുക, K2Cr2O7 പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്, അല്ലെങ്കിൽ FeCr2O4 നിന്നാണ്. പഠിച്ചു വയ്ക്കുക. FeCr2O4 നിന്നാണ് K2Cr2O7 ഉണ്ടാക്കുന്നത്. ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇതിൻ്റെ ഓറിൻ്റെ പേര് ഇതാണ്, FeCr2O4. ഇനി K2Cr2O7 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് അസിഡിക് മീഡിയത്തിൽ. K2Cr2O7 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ.
പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. ഇത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിലെയാണ്. സോ K2Cr2O7 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഫെറസ് സോൾട്ടിനെ ഫെറിക് സോൾട്ടാക്കി മാറ്റുന്നതും സൾഫൈഡിനെ സൾഫർ ആക്കുന്നതൊക്കെ എക്സാമ്പിളാണ്. ഇതൊക്കെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഈ K2Cr2O7 ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ്. പിന്നെ ക്രോമൈറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇങ്ങനെ കൊടുക്കുക, ക്രോമൈറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹീഡ്രൽ ആൻഡ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരയ്ക്കാനാണ് ടെട്രാഹീഡ്രലും ഒക്ടാഹീഡ്രലും രണ്ടും വരയ്ക്കണം. 3 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. രണ്ടും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഒക്ടാഹീഡ്രലിൻ്റെ ഡയഗ്രാം. ഇതാണ് ഒക്ടാഹീഡ്രൽ. അപ്പോൾ ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിതാ ഒരു ഫ്രീ മെറ്റൽ എടുത്തു, 5 എണ്ണം ഉണ്ട്. ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്, ശരിക്കും 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതിൻ്റെ എനർജി ഇവിടെ കൊടുക്കുക. ഈ 5 എണ്ണം കുറച്ച് എനർജി കിട്ടിയിട്ട് മുകളിലേക്ക് കയറി. ആവറേജ് എനർജി ഓഫ് ഡി ഓർബിറ്റൽസ്. ഈ 5 ഡി ഓർബിറ്റൽസുകളാണിത്. ഇവരെന്ത് ഈ സ്പ്ലിറ്റിംഗ് ആയി ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് ആണിത്. ഇതെന്ത് സ്പ്ലിറ്റിംഗ് ആണ്? ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ്. ഈ 5 എണ്ണത്തിലെ ഈ 2 എണ്ണം മുകളിലേക്കും ബാക്കി 3 എണ്ണം താഴത്തേക്കും വരും. EG എന്നാണ് നമ്മൾ 2 എണ്ണത്തിനെ വിളിക്കുക. ആ 2 എണ്ണം ഇവരാണ്. DX² - DZ². ബാക്കി 3 എണ്ണം അത് ഇതാണ്. DXY, DXZ, DYZ. അവർ താഴത്തേക്കും വരും. T2G എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ മോർ എനർജി EGക്കാണ്, T2G താഴെയാണ്. അപ്പോൾ ഈ 2 എണ്ണം ഉള്ളിടത്ത് 3/5 എന്നും 3 എണ്ണം ഉള്ളിടത്ത് 2/5 എന്നും നമ്മൾ എഴുതും. ഈ നടുവിലെ ഭാഗം നമ്മൾ ബാരി സെൻറ്റർ എന്ന് വിളിക്കും, ΔO, അതായത് ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ്. ഇത്രയാണ് നിങ്ങൾ ചെയ്ത് വരച്ച് വെക്കേണ്ടത്. ഇതിൻ്റെ ശരിക്കുള്ള ഡയഗ്രാം ഇതാ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് കുറച്ച് നീറ്റായിട്ട് വരയ്ക്കുക. കംപ്ലീറ്റ് ഡയഗ്രാം ഇതേപോലെ താഴെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വരച്ച് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതാ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് വെക്കണം എല്ലാവരും. ഈ താഴെ 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൻ്റെ പേര് ഇവിടെ എഴുതി വയ്ക്കുക. DXY, DXZ, DYZ, DX² - Y². ഈ 5 എണ്ണം, ഈ 3ഉം 2 5 എണ്ണമാണ് ഇത്. ഇത് മുകളിലേക്ക് കയറി അവിടുന്ന് സ്പ്ലിറ്റായി. അപ്പോൾ ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിൽ മുകളിൽ 2ഉം താഴെ 3ഉമാണ്. ഇനി ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. മുകളിൽ 3ഉം താഴെ 2ഉമാണ്. 3 എണ്ണം ഉള്ളിടത്ത് 2/5 എന്നും 2 എണ്ണം ഉള്ളിടത്ത് 3/5 എന്നും കൊടുക്കുക. ΔT. ഇത് ടെട്രാഹീഡ്രൽ ആണ്. ടെട്രാഹീഡ്രൽ ആകുമ്പോൾ ΔT എന്ന് കൊടുക്കണം. ഒക്ടാഹീഡ്രൽ ആണെങ്കിൽ ΔO ബാരി സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം കൊടുക്കാൻ പാടുള്ളൂ. 2 ഡി ഓർബിറ്റൽസ് ഇവിടെയാണ് 3 എണ്ണം. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണമാണ് ടെട്രാഹീഡ്രൽ കേട്ടോ. അപ്പോൾ ഇത് ഡയഗ്രാം വരയ്ക്കാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ΔO, അവിടെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 T2G ആൻഡ് EG ഓർബിറ്റൽസ് ആയിട്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിലെ 5 ഡി ഓർബിറ്റൽസ് 2 കാറ്റഗറി ആയിട്ട് തിരിയുന്നു. T2Gയും EGയും. T2G എന്ന് പറഞ്ഞാൽ 3 എണ്ണം, EG എന്ന് പറഞ്ഞാൽ 2 എണ്ണം. എനർജി ഓഫ് EG ഓർബിറ്റൽ ഇസ് ഹയർ. ഇവിടെ ഒക്ടാഹീഡ്രലിലെ EG ഓർബിറ്റൽസ് 2 എണ്ണമാണ് മുകളിൽ, 3 എണ്ണമാണ് താഴെ. സോ എനർജി ഓഫ് EG ഓർബിറ്റൽ ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് T2G. ഇവരെ നമ്മൾ T2G എന്ന് വിളിക്കും 3 ആൾക്കാരെ. ഇതിനേക്കാൾ കൂടുതലാണ് EGക്ക്. അവരുടെ ഡിഫറൻസ് ആണ് ΔO. എനർജി ഡിഫറൻസ് ആണ് ΔO എന്ന് പറഞ്ഞിട്ട് ഇത് വരയ്ക്കുക. അപ്പോൾ ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ 2, ഇവിടെ 3, EG, ഇവിടെ T2G. ഇവരെ പേരുകൾ ഒപ്പം എഴുതുക. സോ ഇത് ഫ്രീ മെറ്റൽ അയോൺ, ഇത് ആവറേജ് എനർജി ഓഫ് ഡി ഓർബിറ്റൽ, ഇത് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹീഡ്രൽ എന്ന് എഴുതുക. ഇനി ടെട്രാഹീഡ്രൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു T2G ആൻഡ് EG ആയിട്ട്. ഇവിടെ കൂടുതൽ എനർജി T2Gക്കാണ്. എനർജി ഓഫ് T2G ഓർബിറ്റൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് EG ഓർബിറ്റൽ. EGനേക്കാളും കൂടുതലാണിത്. EGനേക്കാൾ കൂടുതലാണ് 3 ആൾക്കാർക്ക്. ഇതിങ്ങനെ വരച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അടുത്തൊരു ചോദ്യം ഇതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് തന്നിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ BR ഫീനോളാണ് തന്നിട്ടുള്ളത്. ബെൻസീന് മുകളിൽ OH ആണ്. ഈ ബെൻസീന് മുകളിൽ OH എന്ന് പറഞ്ഞാൽ അത് ഫീനോളാണ്. അറിയാത്തവർ അറിഞ്ഞിരിക്കുക.
ബെൻസീൻ്റെ മുകളിൽ OH എന്ന് പറഞ്ഞാൽ ഫീനോളാണ്. ഇതിലേക്ക് ഇവർ ആദ്യം ആഡ് ചെയ്തത് ബ്രോമിനും വാട്ടറുമാണ്. ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ ഫീനോളിലേക്ക് അറിഞ്ഞിരിക്കുക, ബെൻസീന് മുകളിൽ OH ആണ് ഫീനോൾ. ഈ ഫീനോളിലേക്ക് ബ്രോമിനും വാട്ടറും ചേർത്താൽ 3 ബ്രോമിൻ ഇങ്ങനെ കൊമ്പ് പോലെ വരികയാണ് ചെയ്യുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 2ലും 4ലും 6ലും 2, 3, 4, 5, 6 ഈ 3 പൊസിഷനിൽ 3 ബ്രോമിൻ. സോ ട്രൈ ബ്രോമോ എന്നാണ് പറയുക കേട്ടോ. എന്നിട്ട് പിന്നെ ഫീനോൾ എന്നാണ് പേര്. 2, 4, 6 2, 4, 6 ട്രൈ ബ്രോമോ ഫീനോൾ. ഇവിടെ സംഭവിക്കുക, ഇവിടെ വെറുതെ ബ്രോമിനും CS2 ആണ്. ഇവിടെ സംഭവിക്കുക ഫീനോൾ വരയ്ക്കുക. ബെൻസീന് മുകളിൽ OH അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഈ താഴെ മാത്രമാണ് ബ്രോമിൻ വരിക. അപ്പോൾ ഇതിൻ്റെ പേര് 4 ബ്രോമോ എന്നാണ്. 4ൽ മാത്രമേ വരുള്ളൂ. 4 ബ്രോമോ ഫീനോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫീനോൾ ഉണ്ട്, പക്ഷെ ഇവിടെ കൊമ്പ് പോലെ ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ 3 സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്? BR എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം 2ലും 4ലും 6ലും ട്രൈ ബ്രോമോ എന്നാണ് നമ്മൾ പേര് പറയുക കേട്ടോ. അറിഞ്ഞിരിക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്. റൈറ്റ് ഇലക്ട്രോഡ് റിയാക്ഷൻ ആൻഡ് ഓവറോൾ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ H2O2 ഫ്യൂവൽ സെൽ. ഗീവ് എനി 2 അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ. ഇത് ഏതാ ചാപ്റ്റർ എന്ന് അറിയോ നിങ്ങൾക്ക്? H2O2 ഫ്യൂവൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. H2O2 ഫ്യൂവൽ സെൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. H2O2 ഫ്യൂവൽ സെല്ലിലെ ആനോഡ് റിയാക്ഷൻ ഏതാ, കാഥോഡ് റിയാക്ഷൻ ഏതാ? ആനോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2H2 + 4OH - ഗീവ് 4H2O + 4 ഇലക്ട്രോൺ. കാഥോഡിലെ ഓക്സിജനിലേക്ക്, അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ആനോഡിലെ ഹൈഡ്രജനും കാഥോഡിലെ ഓക്സിജനുമാണ്. ഇനി ആനോഡിലെ ഇവിടെയാണ് 4 ഇലക്ട്രോൺസും H2Oയും വരിക. അത് ഇവിടെയാണ് വരിക കാഥോഡിൽ. ഈ 4 ഇലക്ട്രോണും H2O ഇവിടെ എഴുതുക, OH ഇവിടെ എഴുതുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഇത് പഠിക്കുക, ഈ 2 സംഭവങ്ങൾ ഇവിടെ ചേർക്കുക, ഇതിന് ഇവിടെ ചേർക്കുക. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ആനോഡ് കാഥോഡ് റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ ഇതാണ്. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ 2H2 + O2 gives 2H2O. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഹൈ എഫിഷ്യൻസിയാണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. H2O2 ഫ്യൂവൽ സെല്ലിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് നമുക്ക് ഒരുപാട് എനർജി ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ സ്ട്രക്ചറൽ ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. സ്ട്രക്ചറൽ ഐസോമറിസം നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിക്കാനുള്ളതാണ്. സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞ ടോപ്പിക്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? 3 മാർക്കിന്, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണിത്. എന്താണ് സ്ട്രക്ചറൽ ഐസോമറിസം? സ്ട്രക്ചറൽ ഐസോമറിസത്തിന് കാരണം structural isomerism arises due to different structural arrangement of ligand. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി അതിന് വേണ്ടി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ IUPAC നെയിമിങ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. 4 മാർക്കിന് പേര് എഴുതാൻ ചോദിക്കാറുണ്ട്. അത് കാണാത്തവർ, പഠിക്കാത്തവർ എത്രയും വേഗം വിടത് കാണാൻ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. സോ സ്ട്രക്ചറൽ ഐസോമറിസം ആണ് ഇപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ അതിന് കാരണം സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാണ്ടാണ്. ഈ ലിഗാണ്ടുകൾ, ഈ ബ്രാക്കറ്റിലുള്ള ആൾക്കാരാണ് ലിഗാണ്ടുകൾ, അവരുടെ അറേഞ്ച്മെൻറ്റ് മാറാം. സോ എന്തൊക്കെയാണ് സ്ട്രക്ചറൽ ഐസോമറിസം? ഒന്ന് അയണൈസേഷൻ ഐസോമറിസം. അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും മാറുക. കണ്ടോ? ഇവിടെ ബ്രോമിൻ SO4 ആണ്, അത് തിരിച്ച് എഴുതുക SO4 ബ്രോമിൻ. ഈ എക്സാമ്പിൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ലിഗാണ്ട് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ആളെ പുറത്തേക്ക് ഇടുക, പുറത്തുള്ള ആളെ ഉള്ളിലേക്ക് ഇടുക. ഈ ഡെഫിനേഷൻ പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു എക്സ്ചേഞ്ച് ഓഫ് H2O ലിഗാണ്ട്. ഇവിടെ വെള്ളത്തിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, എക്സാമ്പിളും പഠിക്കണം, ഈ ഡെഫിനേഷനും പഠിക്കണം. ഇവിടെ 6 H2O ആയിരുന്നു, അതിനെ 5 ആക്കുക, പിന്നെ ഒരെണ്ണം പുറത്തേക്ക് ഇടുക. അപ്പോൾ 6 എന്നുള്ളത് നമ്മൾ 5ഉം 1ഉം ആക്കി മാറ്റി. ഇനി ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ലിങ്കേജ് ഓഫ് ആംബിഡെൻറ്റേറ്റ് ലിഗാണ്ട്.
ആംബിഡെൻഡേറ്റ് ലിഗാണ്ട് വരുമ്പോഴാണ് ലിങ്കേജ് ഐസോമറിസം വരിക. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാണ്ട് ഉണ്ടെങ്കിൽ അവരെ ഡിഫറെൻ്റ് ആക്കി എഴുതുക. അതിന് എക്സാമ്പിൾ ഇതാണ് ആംബിഡെൻഡേറ്റ് ലിഗാണ്ട്. NO2 എന്ന് എഴുതാം, അതിന് നമുക്ക് ONO എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഇതാണ് ലിങ്കേജ് ഐസോമറിസം കേട്ടോ. ഡെഫിനേഷൻ പഠിക്കണം, എക്സാമ്പിളും പഠിക്കണം. ലിങ്കേജ്. ഇനി ലാസ്റ്റ് വൺ കോർഡിനേഷൻ ഐസോമറിസം ആണ്. കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ലിഗാണ്ടുകളെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. ലിഗാണ്ടുകളെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അതിന് എക്സാമ്പിൾ ഇതാണ്. അതായത് ഇവിടെ സിയോട് കൂടെ NH3 ആയിരുന്നു, അത് നേരെ തിരിച്ച് എഴുതുക. CRൻ്റെ കൂടെ NH3 എഴുതുക. CRൻ്റെ കൂടെ CN ആയിരുന്നു, അത് തിരിച്ചിട്ട് സിയോട് കൂടെ, അതായത് നിങ്ങൾ ഇവരെ ഷിഫ്റ്റ് ചെയ്യാൻ ആലോചിച്ചാൽ മതി. കണ്ടോ, ഇവിടെ NH3യുടെ കൂടെ CO ആയിരുന്നു, അത് മാറ്റിയിട്ട് CR കൊടുക്കുക. ഇവിടെ CRന് പകരം CO കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കോർഡിനേഷൻ ഐസോമറിസം ഉണ്ട്, അത് എക്സ്ചേഞ്ച് ഓഫ് ലിഗാണ്ട് ആണ്. ഇനി ആംബിഡെൻഡേറ്റ് ലിഗാണ്ടുകൾ ഉണ്ടെങ്കിൽ, ഇവരാണ് ആംബിഡെൻഡേറ്റ്, അതുണ്ടെങ്കിൽ ലിങ്കേജ് ആണ്. വാട്ടറിനെ മാറ്റിയാൽ നമ്മൾ പറയും ഹൈഡ്രേറ്റ് ആണ്. പുറത്തും അകത്തും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അയണൈസേഷൻ ഐസോമറിസം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അയണൈസേഷൻ, ഹൈഡ്രേറ്റ്, ലിങ്കേജ്, കോർഡിനേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പാഠങ്ങൾ നമ്മൾ ക്ലബ് ചെയ്തു. കോർഡിനേഷൻ, കോമ്പൗണ്ട് ക്ലബ് ചെയ്തു. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ചോദ്യം കണ്ടു. പിന്നെ കുറേ ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. DNFയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കണ്ടു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ എന്തായാലും കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ IUPAC നെയിമിങ്ങും പിന്നെ നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾ കഥ പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 15-18 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ബാക്കി ഷുവർ ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. പിന്നെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇനി കെമിസ്ട്രി നീറ്റായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ബേസിക് മനസ്സിലാക്കി പഠിക്കണം, വെയിറ്റേജ് ഉള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് 9746230801. എല്ലാ സബ്ജക്റ്റും കൂടി 500 റുപ്പീസാണ് ഫീസ് വരുന്നത്. വാട്സപ്പിലേക്ക്, ഈ നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. നാളെ മുതൽ നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. റിവിഷൻ ബാച്ച് പോലെ സ്റ്റാർട്ട് ചെയ്യാണ്. എത്രയും വേഗം താല്പര്യമുള്ളൊരു അഡ്മിഷൻ എടുക്കുക, പഠിക്കാൻ തുടങ്ങാം കേട്ടോ.